നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നട്ട്സുകളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നട്ട്സാണ് ആൽമണ്ട് അല്ലെങ്കിൽ ബദാം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് പലപ്പോഴും തന്നെ ഒരു സംശയം വരാം, ഇത് കൊളസ്ട്രോൾ കൂട്ടുമോ? നട്ട്സുകളെല്ലാം കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ എങ്കിൽ പോലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ കൂട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ പല പല സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ഒരു ഓയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു ആൽമണ്ട് ഓയിൽ തന്നെയാണ്. ആൽമണ്ട് ഓയിൽ തന്നെ നമ്മൾ സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ അത് ഏത് ബ്രാൻഡ് എന്നുള്ളത് ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് ആൽമണ്ട് ഓയിൽ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്തരം ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ബദാമിൽ എപ്പോഴും തന്നെ വൈറ്റമിൻ ഇ കൂടുതലായതുകൊണ്ട് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നട്ട്സാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും വൈറ്റമിൻ ഇ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ്, ഈ ഒരു പ്രശ്നം എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. അത് ഉറക്കക്കുറവ് കൊണ്ടോ ഹോർമോൺ പ്രശ്നം കൊണ്ടോ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ല നമ്മുടെ സ്കിന്നിലെ ആ ഒരു സ്കിൻ ചുളിയുന്നത് അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ കൊളസ്ട്രോൾ രോഗികളിൽ ഈ ഒരു ബദാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള സംശയം വരാറുണ്ട്. പലരും തന്നെ ഇത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റിന് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്തെടുത്തിട്ട് അത് പിറ്റേ ദിവസം ഉപയോഗിക്കാറാണ് പതിവ്. പക്ഷേ ഏറ്റവും നല്ലൊരു രൂപം എന്ന് പറയുന്നത് അതിൻ്റെ തൊലിയോടുകൂടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തൊലിയോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ബദാമിൻ്റെ ഗുണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള വൈറ്റമിൻ ഇ എന്നുള്ള ഒരു കണ്ടൻറ്റും മറ്റുള്ള വൈറ്റമിൻ എയും ഒക്കെ തന്നെ ശരീരത്തിന് അത്രയേറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്ക് വളരെ ഉത്തമമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നവർക്ക് അത്തരം ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബദാം വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു സംശയം തീർന്നെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരിലുള്ള ഒരു സംശയമായിരുന്നു ഇത്. പക്ഷേ മറ്റുള്ള നട്ട്സുകളൊന്നും നമുക്ക് ഇത്ര ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കില്ല. എങ്കിലും ഏത് നട്ട്സ് ആണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ, ഒരു 8 or 10 അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും തന്നെ ശരീരത്തിൽ ഈ ഒരു വൈറ്റമിൻ ഇ എത്തുന്നത് ചർമ്മത്തിന് നല്ല തിളങ്ങുന്ന ചർമ്മം ലഭിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്ക് ദേഹത്ത് ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും ഏതെങ്കിലും നമ്മൾ മുൻപൊരു ബയോട്ടിൻ പൗഡർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേർത്തിട്ടുള്ള ഒരു നട്ടാണ് ഈ ഒരു ആൽമണ്ട് അല്ലെങ്കിൽ ബദാം എന്നുള്ളത്. അതുപോലെ നമുക്ക് മറ്റെന്തെങ്കിലും രൂപത്തിൽ ഇത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ നട്ട്സുകളൊക്കെ ചവച്ച് കഴിക്കാൻ വേണ്ടി പഠിപ്പിക്കാം. അത് കൊടുക്കുമ്പോഴും തന്നെ തൊലിയോട് കൂടി കൊടുക്കുക. കാരണം തൊലി ഇല്ലാതെ കൊടുത്തതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അത് തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ കഴിയുന്നതും ഇതുപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗുണങ്ങളെല്ലാം ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഐബ്രോ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൺപീലികളൊക്കെ നല്ല കട്ടിയിൽ വളരാൻ ഇതിനൊക്കെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. കൺമഷി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ആൽമണ്ട് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു സംശയം വരാം. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. നമുക്കത് ഈ ഒരു ആൽമണ്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് കരിച്ചെടുത്തിട്ട് അത് പൊടിച്ച്, ആ ഒരു പൊടി നമ്മൾ സാധാരണ കൺമഷി ഉണ്ടാക്കുന്ന സമയത്ത് പൂവാങ്കുറുന്നതിൽ ഔഷധ സസ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം ഈ ഒരു ആൽമണ്ട് ഉപയോഗിച്ചിട്ടും തന്നെ ഇതുപോലുള്ള കൺമഷിയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആൽമണ്ട് ഉപയോഗിച്ചിട്ട് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ക്രീമുകളിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ്. സ്കിന്നിലെ ആ ഒരു സ്മൂത്ത്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആൽമണ്ട് ഓയിൽ എന്നുള്ളത്. അപ്പോൾ ആൽമണ്ടിൻ്റെ ഇത്തരം ഗുണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സംശയമുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ആൽമണ്ട് ഓയിലിൻ്റെ ഗുണങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാൻ മടിക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.